ശിവഗീത 4-ാം അധ്യായത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ വിരഹാദിക്ഷയെ വർണ്ണിക്കുന്ന ഭാഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മാസമേകം ഫലാഹാരോ പർണശനഃ സ്ഥിതഃ മാസമേകം ജലോഹര മാസം ച പവനാശന. ആദ്യത്തെ ഒരു മാസം ശ്രീരാമൻ പഴങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് തൻ്റെ ധ്യാനം തുടർന്നു. രണ്ടാമത്തെ മാസം ഇലകൾ മാത്രമേ രാമചന്ദ്രൻ ഭക്ഷിച്ചുള്ളൂ. മൂന്നാമത്തെ മാസം ജലം മാത്രമേ കുടിച്ചുള്ളൂ. നാലാമത്തെ മാസം വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് തീവ്രമായ ഉപവാസന സാധനയിലിരുന്നു കൊണ്ടാണ് രാമൻ വിരജാദീക്ഷ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രാമൻ്റെ ആ 4 മാസത്തെ തീവ്രമായ ധ്യാനത്തിൻ്റെ ക്രമത്തെക്കുറിച്ച് ഇവിടെ സൂതൻ തൻ്റെ ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ ആദ്യത്തെ മാസം പഴങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് ജീവിച്ചത്. പക്ഷേ രണ്ടാമത്തെ മാസമായപ്പോൾ കൂടുതൽ തീക്ഷ്ണമായ ഉപവാസത്തിലേക്ക് കടന്നു. അപ്പോൾ ഇലകൾ മാത്രമേ ഭക്ഷിച്ചുള്ളൂ. മൂന്നാമത്തെ മാസത്തിൽ ജലം മാത്രമേ ഭക്ഷിച്ചുള്ളൂ. അഞ്ചാമത്തെ മാസത്തിൽ എല്ലാം ഉപേക്ഷിച്ച് വായു മാത്രം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ തീവ്ര സാധന തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 4 മാസം കൊടിയ സാധന അനുഷ്ഠിച്ച ശ്രീരാമൻ്റെ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ പാർവതീദേവി പോലും പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തപ്പോൾ അവസാനം പർണങ്ങൾ മാത്രമേ കഴിച്ചുള്ളൂ, ഇലകൾ മാത്രമേ കഴിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഗൗരിക്ക് അപർണ എന്ന പേര് തന്നെ വന്നത്. അപ്പോൾ പാർവതീദേവി ശിവന് വേണ്ടി ചെയ്ത കൊടും തപസ്സിനേക്കാൾ തീക്ഷ്ണമായിരുന്നു ശ്രീരാമൻ്റെ ഈ 4-ാമത്തെ മാസത്തെ ആ സാധന. അപ്പോൾ ഒന്നും കഴിക്കാതെ വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് 1 മാസക്കാലം മുഴുവനും അദ്ദേഹം സാധനാനിരതനായി കഴിഞ്ഞിരുന്നു. അപ്പോൾ പാർവതി ചെയ്ത തപസ്സിനേക്കാൾ തീക്ഷ്ണമായ തപസ്സാണ് ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ ചെയ്തത് എന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നു. ഇനി നോക്കൂ, അടുത്ത ഭാഗം ശാന്തേദാതഃ പ്രസന്നാത്മാ ധ്യായന്നേവം മഹേശ്വരം ഹൃത്യങ്കജേ തമാസിൻ ഉമാദേഹധാരിണാം. എങ്ങനെയാണ് ശ്രീരാമചന്ദ്രൻ ധ്യാനിച്ചത് എന്ന് വിവരിക്കുകയാണ്. ശാന്തചിത്തനായി ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് അത്യധികം ആനന്ദത്തോടെ ഏകാഗ്ര മനസ്സോടെ ഉമാപതിയായ ഭഗവാനെ, അർത്ഥനേരീശ്വരനായ ഭഗവാനെ ഹൃദയകമലത്തിൽ പ്രതിഷ്ഠിച്ച് ശ്രീരാമൻ സാധന തുടർന്നു. അപ്പോൾ ശ്രീരാമൻ 4-ാമത്തെ മാസം വരെ 4 മാസക്കാലം എങ്ങനെയാണ് ശിവനെ പൂജിച്ചിരുന്നത് എന്ന് പറയാണ്. ശാന്തചിത്തനായി ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് ആനന്ദത്തോടെ ഏകാഗ്രമായ മനസ്സോടെ ഉമാപതിയായ ഭഗവാൻ, അതായത് അർദ്ധനാരീശ്വരനായ ഭഗവാൻ, ഒരു വശത്ത് പാർവതിയും ഒരു വശത്ത് ശിവനുമുള്ള ആ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് അദ്ദേഹം തൻ്റെ ഹൃദയകമലത്തിൽ ശിവനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ തപസ്സിൻ്റെ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ഏറ്റവും ചില പ്രധാനപ്പെട്ട സവിശേഷതകളെക്കുറിച്ചിട്ടാണ് ഇവിടെ സൂതൻ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് എങ്ങനെയാണ് ശ്രീരാമൻ തൻ്റെ ധ്യാനരംഗം മുഴുമിപ്പിച്ചത് എന്ന്
ശിഷ്യന്മാരോട് സൂതമുനി പറയുന്നു. അത് നമുക്ക് കൂടി ഉള്ള ഒരു ഉപദേശമാണ്. ഇത് സത്യത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നത് തന്നെയാണ്. നമുക്ക് ആ ഭഗവത്ഗീതയിലെ ആ ഭാഗം നോക്കാം. നോക്കൂ, ഭഗവാൻ പറയുകയാണ് അർജുനനോട്, ആരൊക്കെയാണോ മനസ്സിൽ എന്നിൽ പൂർണ്ണമായി ഉറപ്പിച്ച് നിരന്തര സ്മരണയോടെ ധ്യാനം ചെയ്യുന്നത്, ആ ഉത്തമ യോഗികൾക്ക് എന്നെ പ്രത്യക്ഷമായി കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഭഗവാൻ തുടരുന്നുണ്ട്, ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടതെന്ന് പറയണം. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് അന്തർമുഖമാക്കി സർവത്ര സമബുദ്ധിയോടെ സർവജീവികളുടെയും നന്മയിൽ തൽപരമായി ആരാണോ സർവവ്യാപിയും അചിന്ത്യനും കൂടസ്ഥനും അചലവും ശാശ്വതനും അവ്യക്തനുമായ ഭഗവാനെ എങ്ങും അറിഞ്ഞ് ഭജിക്കുന്നത്, ആ നിർഗുണ ബ്രഹ്മോപാസകന് ബ്രഹ്മമായ എന്നെ തന്നെ കാണാൻ കഴിയുന്നു. ഇതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്. അതായത് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്. ധ്യാനിക്കുമ്പോൾ ഏകാഗ്രമായ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇന്ദ്രിയ നിഗ്രഹം ചെയ്തിട്ട് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് വേണം സാധന ചെയ്യാൻ. ഈ ഭാഗം വളരെ വ്യക്തമായിട്ട് ഭഗവാൻ ശ്രീ സത്യസായി ബാബ ധ്യാനവാഹിനി എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. മനസ്സ് വളരെ ചഞ്ചലമാണെന്നും അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും അർജുനൻ പറഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിന് മറുപടി പറയുന്നു. ആ ഭാഗം ഭഗവാൻ സത്യസായി ബാബ ധ്യാനവാഹിനിയിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കാമവാസനകളെ അടക്കിയാലേ മനസ്സിനെ അധീനപ്പെടുത്താൻ സാധിക്കൂ. കാമങ്ങൾ മനസ്സിനെ ക്ഷോഭിപ്പിച്ച് ഒരു നായ അതിൻ്റെ യജമാനനെ പിന്തുടരുന്ന വിധം ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ഓടിപ്പോകാൻ പ്രോത്സാഹിപ്പിക്കും. ഈ മിഥ്യാഭ്രമം സൃഷ്ടിക്കുന്ന ഇന്ദ്രിയങ്ങളും സുഖത്തിൻ്റെ പിന്നാലെ ഓടുന്ന മനസ്സും നിർമ്മിക്കുന്ന മായാവലയിൽ ജീവൻ പാവം കുടുങ്ങിപ്പോകും. ഈ ദുരിതത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കാമങ്ങളുടെ പിടിയിൽ നിന്നും ഇന്ദ്രിയങ്ങളുടെ അധീനതയിൽ നിന്നും വിട്ട് ധ്യാനത്തെ തന്നെ ആശ്രയിച്ചെങ്കിലേ പറ്റൂ. ധ്യാനം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിവേകം, ഓർമ്മശക്തി, ഭാവനകൾ ഇവയെ വളർത്തി വികസിപ്പിക്കാൻ കഴിയും. ധ്യാനം കൂടാതെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധ്യമല്ല. കുഴിയിൽപ്പെട്ട കാട്ടാനയെ ചെറിയൊരു നൂല് കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നത് പോലെ ഫലമില്ലാത്തതാണ് മറ്റു മാർഗങ്ങളെല്ലാം. ആത്മാവിൽ മനോലയം കിട്ടാൻ ധ്യാനം അത്യാവശ്യം തന്നെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ധ്യാനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയണം. ധ്യാനത്തിൻ്റെ രീതിയിൽ ധ്യാനിക്കാനിരിക്കുന്ന സ്ഥലം നിലത്ത് നിന്ന് 1-2 ഇഞ്ച് ഉയർന്നതായിരിക്കണം. അതിൻ്റെ മേൽ ദർഭ കൊണ്ടുള്ള പായ ഇട്ട് അതിന്മേലെ മാൻതോലിൽ നേർമേറിയ വെള്ളവസ്ത്രമിട്ട് ആ പീഠത്തിൽ പത്മാസനത്തിലിരിക്കണം. വലത്തെ പാദം ഇടത്തെ പാദത്തോടും ഇടത്തെ പാദം വലത്തെ പാദത്തിന്മേലും വച്ച് കൈവിരലുകൾ ചേർത്ത് പിടിച്ച് കൈകൾ മുമ്പിൽ വയ്ക്കണം. കണ്ണുകൾ പകുതി തുറന്നോ അല്ലെങ്കിൽ നല്ല പോലെ മൂടിയോ ഇരിക്കണം. പിന്നീട്
കഴുത്ത്, തോളുകൾ, കൈകൾ, മാറിടം, പല്ലുകൾ, വയറ്, വിരലുകൾ, പുറം തുടകൾ, മുട്ടുകൾ, കാൽവണ്ണകൾ, പാദം ഇവയെല്ലാം മാനസികമായി തടവി അയവ് വരുത്തിയതിനു ശേഷം ഒരാൾ തൻ്റെ ഇഷ്ടദേവൻ്റെ നാമത്തെയും രൂപത്തെയും ഓങ്കാരം ചേർത്ത് ധ്യാനിക്കണം. ഇത് ചെയ്യുമ്പോൾ മനസ്സിന് അലച്ചിലുണ്ടാകാതെ അയാൾ നിശ്ചലനായും ശാന്തനുമായിരിക്കണം. കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റിയുള്ള സ്മരണകളോ ക്രോധത്തെ ഉണ്ടാക്കുന്ന വിചാരങ്ങളോ ലേശം പോലുമില്ലാതെ, ദുഃഖവിചാരങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ അതൊന്നും തടസ്സപ്പെടുത്താൻ അനുവദിക്കാതെ മനസ്സിനെ ശാന്തമാക്കണം. അഥവാ അവ കടന്നുകൂടിയാലും അവയെ ഒട്ടും ഗണ്യമാക്കാതെ ഒരാൾ തൻ്റെ ധ്യാനാസക്തിയെ പോഷിപ്പിക്കുന്ന ചിന്തകളെ ഉണ്ടാക്കി അവയോടെ ഇരിക്കണം. പ്രാരംഭത്തിൽ ഇത് തീർച്ചയായും കഷ്ടമായി തോന്നിയേക്കാം. ധ്യാനത്തിന് പറ്റിയ സമയം ഉദയത്തിൽ മുമ്പ് 3 മണിക്കും 5 മണിക്കും ഇടയ്ക്കുള്ള ശാന്ത സമയമാണ്. പുലർച്ചെ 4 മണിക്ക് ഒരാൾക്ക് ഉണരാൻ സാധിച്ചെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആദ്യം തന്നെ ഉറക്കത്തെ അധീനമാക്കുക അത്യാവശ്യമാണ്. സമയം തെറ്റാതിരിക്കാൻ വേണ്ടി കൃത്യസമയത്തിന് ഒരു അലാറം അടിക്കുന്ന നാഴികമണി വച്ചാൽ ഉണരാൻ പ്രയാസമില്ലല്ലോ. എന്നിട്ടും ഉറക്കം ശല്യപ്പെടുത്തുന്ന പക്ഷം പച്ചവെള്ളത്തിൽ കുളിക്കുക. അത് അത്ര ആവശ്യമുള്ള കാര്യമല്ല. ഉറക്കം തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യേണ്ടൂ. ഈ രീതിയിൽ ധ്യാനമാർഗം തീക്ഷ്ണതയോടെ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഒരാൾക്ക് വളരെ വേഗം ഈശ്വരപ്രീതി നേടാൻ കഴിയും. ഇതാണ് ധ്യാനവാഹിനി എന്ന ഗ്രന്ഥത്തിൽ ഭഗവാൻ സത്യസായി ബാബ ധ്യാനം എങ്ങനെ ചെയ്യണമെന്ന് വിവരിക്കുന്നത്. അതിൻ്റെ ഒരുപാട് വിവരങ്ങൾ, ധ്യാനത്തെക്കുറിച്ചുള്ള ഒരു ആധികാരിക രേഖയാണ് ഭഗവാൻ സത്യസായി ബാബ ധ്യാനവാഹിനിയിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിയുമെങ്കിൽ നിങ്ങളത് വായിക്കുകയില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. സമയം കിട്ടുകയാണ് എങ്കിൽ ഭഗവാൻ സത്യസായി ബാബയുടെ ധ്യാനവാഹിനിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പിന്നീട് പറയാം. ഈ ഭാഗത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ കൂടി നോക്കൂ. പീസ്ഫുൾ, സെൽഫ് റിസ്ട്രെയിൻഡ്, ദാറ്റ് ചിയർഫുൾ സോൾ in a balanced posture meditated thus on the Lord, one half of who is Uma on that great Lord in his heart lotus. Om Shivaya Namah.